കെ.യു. ജനീഷ് കുമാർ ഇപ്പോൾ വാർത്തകളിൽ കത്തി നിൽക്കുകയാണ് അദ്ദേഹം. ഞാനിന്ന് ചുമ്മാ ഫേസ്ബുക്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ മലയാളത്തിലൊരു പ്രമുഖ മാധ്യമം, വേണമെങ്കിൽ മാധ്യമ മുത്തശ്ശിമാരിൽ ഒരാളെന്ന് വേണമെങ്കിൽ വിളിക്കാം, അവരുടെ ഫേസ്ബുക്ക് പേജ് വന്നൊരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയായിരുന്നു: ഓഫീസ് കത്തിക്കും, രണ്ടാമതും ഇവിടെ നക്സലുകൾ വരും, ഫോറസ്റ്റ് ഓഫീസിൽ ഭീഷണി ഉയർത്തി ജനീഷ് കുമാർ MLA. ഇങ്ങനെയൊരു ന്യൂസ് ഹെഡിങ് കാണുമ്പോൾ ഏതൊരു മനുഷ്യനായാലും, ഇവൻ ഏതൊരു കൊച്ചു കുഞ്ഞിനായാലും തോന്നുന്നൊരു കാര്യം എന്തായിരിക്കും? അമ്പട, ഈ MLA ഭയങ്കര ഗുണ്ടായുസമാണല്ലോ, ഒരു ഗുണ്ടയാണല്ലോ, പാവപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഏതൊരാൾക്കും ഈ ന്യൂസ് ഹെഡിങ് കാണുമ്പോൾ തോന്നാം. എനിക്കും തോന്നി, സ്വാഭാവികമായിട്ടും എനിക്കും തോന്നി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ കോന്നി MLA ജനീഷ് കുമാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഇതൊന്നും അല്ലല്ലോ. അതിനുശേഷം ഞാൻ ഈ സംഭവം എന്താണെന്ന് ഒരു അന്വേഷണം നടത്തി നോക്കി കേട്ടോ. അപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ജനീഷ് കുമാറിനെ കുറിച്ച് ചെറുതായി ഒന്ന് മനസ്സിലാക്കാം. പുള്ളി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം കോന്നി നിയോജകമണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തുന്നത്. ആദ്യം മത്സരിച്ച് 2019 ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന അടൂർ പ്രകാശ്, ഇപ്പോഴത്തെ ലോക്സഭ MP ആയ അടൂർ പ്രകാശ് അത്തവണ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചതാണ് കോന്നിയിൽ 2019 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള കാരണം. അന്ന് ശ്രീ ജനീഷ് കുമാർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലം ആയിരുന്നിട്ട് പോലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ കോന്നിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2021 നിയമസഭാ ഇലക്ഷനിലും ഏകദേശം അതേ ഭൂരിപക്ഷം തന്നെ പുള്ളി വീണ്ടും നിലനിർത്തി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കോന്നി എന്നുള്ള ഏതൊരാളോട് ചോദിച്ചപ്പോഴും നല്ല അഭിപ്രായം മാത്രമേ ശ്രീ ജനീഷ് കുമാറിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുള്ളൂ. ചില വീഡിയോസിലൊക്കെ ഞാനത് കണ്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്കൊന്ന് പങ്കുവയ്ക്കണമെന്നുണ്ട്. ദയവേത് സ്കിപ്പ് ചെയ്യാത്ത അവസാനം വരെ കാണുക. നിരന്തരമായി വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധ യോഗം, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധ യോഗം, അവിടെ പങ്കെടുക്കുകയായിരുന്നു MLA. അതേസമയം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യ അദ്ദേഹത്തെ വിളിച്ച് തൻ്റെ ഭർത്താവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി എടുത്തതായി MLAയോട് വളരെയധികം പ്രയാസത്തോടെ അറിയിച്ചു. അതിനു മുമ്പുള്ള ഒരു ദിവസം കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീടുള്ള MLAയുടെ അന്വേഷണത്തിൽ അയാളെ മാത്രമല്ല വേറെയും 11 ആളുകളെ കൂടി ഈ ഒരു കാര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട MLA ഉന്നത ഉദ്യോഗസ്ഥരെയും കൂട്ടി ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നു. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാം കാണുന്ന, ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പിന്നിലുള്ള കാര്യം ഇതാണ് അതിന് മുമ്പ് സംഭവിച്ചത്. സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന വാക്ക് അനർത്ഥമാക്കിയല്ലേ ശ്രീ ജനീഷ് കുമാർ MLA ചെയ്തത്. അദ്ദേഹം ചെയ്ത കാര്യം എത്ര നല്ല, എത്ര മഹത്തായ ഒരു കാര്യമാണ്. ഒരു ന്യൂസ് ഹെഡിങ് കൊണ്ട് പ്രമുഖ മാധ്യമം ഇടിച്ചു താത്താൻ നോക്കിയത് വളരെ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. എത്രയൊക്കെ കള്ളക്കഥകൾ മെനയാൻ നോക്കിയാലും പ്രചരിപ്പിക്കാൻ നോക്കിയാലും സത്യാവസ്ഥ ജനം അറിയും എന്ന് അധമ മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. നിങ്ങളുടെ ചാനലിൻ്റെ വണ്ടി ഓടിയെത്തുന്നതിനേക്കാൾ വേഗത്തിൽ സത്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. നിങ്ങളുടെ ന്യൂസ് റീഡേഴ്സ് ഇടുന്ന കറുത്ത കോട്ടിൻ്റെ ഇരുണ്ട നിറം കൊണ്ട് സത്യത്തെ മറയ്ക്കാനാവില്ല. വേറെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ പരിഹസിച്ചതായിട്ട് ഞാൻ കണ്ടു. ശ്രീ ജനീഷ് കുമാർ MLA എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥി യുവജന സമരങ്ങളിലൂടെ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിച്ച് MLA ആയിക്കഴിഞ്ഞും അവർക്കായി പോരാടുന്ന, അവർക്കായി അവരോടൊപ്പം ജീവിക്കുന്ന ജനപ്രതിനിധിയാണ്. അങ്ങനെയുള്ളവർ വാക്കുകൾക്കൊക്കെ മൂർച്ച കൂടും. അവരുടെ പ്രവർത്തനങ്ങളും അനീതിക്കെതിരെയുള്ള വലിയ പ്രഹരമായിരിക്കും. ശ്രീ ജനീഷ് കുമാർ, നാടിനായുള്ള നിങ്ങളുടെ പോരാട്ടം തുടരുക. നിങ്ങളെ 2 പ്രാവശ്യവും ജയിപ്പിച്ചത് കോന്നിയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. കോട്ടിട്ട മാധ്യമ ജഡ്ജികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല നിങ്ങൾക്ക് നിയമസഭയിൽ പ്രവേശനം ലഭിച്ചത്. അതുകൊണ്ട് പ്രവർത്തനം തുടരുക. കോന്നിയിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഈ പോരാട്ടം ശക്തമായി തുടരുക. അതുപോലെ പ്രിയപ്പെട്ട മറ്റ് ജനപ്രതിനിധികളോട് ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഫോറസ്റ്റ് പരിധിയിൽ നിന്നും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ഒരിക്കലും മറക്കാൻ പാടില്ല ദയവേത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കെതിരെ പോരാടാൻ ഒരു ജനീഷ് കുമാറോ അല്ലെങ്കിൽ ഒരു ജോസ് കെ മാണിയോ ഒക്കെ ഉള്ളൂ എന്ന കാര്യം അത്യന്തം വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രവർത്തിച്ച് നല്ല പേര് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നാളെ മാധ്യമങ്ങൾ നിങ്ങളെ ചവിട്ടി അരച്ചാലും ജനങ്ങൾ നിങ്ങളെ തോളിലേറ്റിക്കൊള്ളും. നന്ദി.